ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇതുവരെ 2 വീഡിയോസ് നമ്മൾ ചെയ്തായിരുന്നു ഈ സീരിയയുടെ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് നമ്മൾ ഒരു പുതിയൊരു പ്രൊജക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഒരു AC/DC കൺവേർട്ടറാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതായത് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന എങ്ങനെയാണ്, ആൻഡ് ഓൾസോ ലൈബ്രറിയിൽ നിന്ന് കോമ്പണൻസ് എങ്ങനെ സെർച്ച് ചെയ്യാം. നമുക്ക് ആദ്യം പുതിയൊരു പേര് കൊടുക്കാം. AC/DC കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കോമൺ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് കോമ്പണൻസ് എടുക്കും. പിന്നെ നമ്മൾ ഈ ഒരു ലൈബ്രറിയിൽ നമ്മൾ കുറച്ച് കോമ്പണൻസ് എടുക്കും. അപ്പം നമുക്ക് ആദ്യം കോമൺ ലൈബ്രറിയിൽ നമുക്കൊരു സ്ക്രൂ ടെർമിനൽ എടുക്കാം. സ്ക്രൂ ടെർമിനൽ എടുക്കാൻ വേണ്ടി താഴോട്ട് പോവുക. താഴോട്ട് പോകുമ്പോൾ നമുക്ക് കണക്ടർ എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ കണക്ടർ എന്ന ഓപ്ഷനകത്ത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പിൻ എടുക്കാം. അപ്പോൾ ഞാൻ 2 നമുക്ക് ടെർമിനലാണ് വേണ്ടത്. അപ്പോൾ 2 ടെർമിനലുള്ള സ്ക്രൂ ടെർമിനൽ എടുത്ത് നമ്മൾ അത് 2 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ സ്പേസ് അമക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്തോടെ കൊണ്ടുവച്ചു. ഇത് നമുക്ക് വേണ്ടത് LED ആണ്. അപ്പോൾ LED ഇവിടെ ഉണ്ട്. നമുക്ക് 5mm LED എടുക്കാം നമുക്ക്. ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് റൊട്ടേറ്റ് ചെയ്ത്. ഇത് നമുക്ക് വേണ്ടത് കപ്പാസിറ്റർ ആണ്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നമുക്ക് നോക്കാം. ഇവിടെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉണ്ട്. ഇത് SMD ആണ്. നമുക്ക് SMD അല്ല, മറ്റേ ത്രൂ ഹോൾ ടൈപ്പ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ തൽക്കാലം റാൻഡമായിട്ട് ഒരെണ്ണം എടുക്കുകയാണ്. എടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് വേണ്ട റെസിസ്റ്റർ ആണ്. അപ്പോൾ റെസിസ്റ്റർ ഇവിടെ കാണാൻ പറ്റും, ആക്സിയല്. റെസിസ്റ്റർ ഞാൻ ഇവിടെ കൊണ്ടെടുത്തു. 1, 2. ഈ നമുക്ക് വേണ്ടത് ഡയോഡാണ്. അപ്പോൾ ഡയോഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് IN407 മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ആ ഡയോഡിന്റെ പേരാണ് 1N4007RLG. അപ്പൊ നിങ്ങൾക്ക് ഈ ലൈബ്രറിയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് 2-3 ഓപ്ഷൻസ് വരും. LCSC പാർട്സ് ഇവിടെ ആയിരിക്കും നമ്മൾ നോർമലി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ JLC PCB നോക്കാം. പിന്നെ നമുക്ക് യൂസർ കോൺട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് ലൈബ്രറീസ് അവിടെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആക്കാൻ പറ്റും. അങ്ങനെ വരുന്ന സാധനങ്ങളാണ്. അതായത് കസ്റ്റമൈസ് ചെയ്ത് ഓരോ ആൾക്കാർ അപ്ലോഡ് ചെയ്ത ഫയലുകളാണ്. ഓരോ കോമ്പണന്റിന്റെ ഫുട് പ്രിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ട്രസ്റ്റ് വർത്തി ആവണമെന്നില്ല. എപ്പോഴും ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ തെറ്റാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഇവിടെ പടവും കാര്യങ്ങളും അതിന്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ നോക്കി വേണം നിങ്ങൾ എടുക്കാൻ. ഇത് റയറസ്റ്റ് ഓഫ് ദ കേസസിൽ, അതായത് ഇവിടെ നമുക്ക് ഇതെല്ലാം ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഒരു കോമ്പണന്റ് കിട്ടുന്നില്ല, യൂസർ കോൺട്രിബ്യൂട്ടർ മാത്രം ഉള്ളെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ആയിട്ട് ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മാത്രം ഇവിടെ എടുക്കാവും. തൽക്കാലം LCSC എടുക്കാം. നമുക്ക് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുന്നു, ഇവിടെ കൊണ്ട് വെക്കുന്നു. നമുക്ക് 4 എണ്ണമാണ് വേണ്ടത്. 3, 4 നമ്മൾ കൊണ്ടുവച്ചു. നമുക്ക് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഇത് കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം. കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അത് റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒന്ന് അസൈൻ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് 1K കിടന്നുകൊണ്ട് കുഴപ്പമില്ല. ഇതിന്റെ വാല്യൂ നമുക്ക് 1000 MUP എടുക്കണം. 1000 MUP എന്ന് പറഞ്ഞ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്യുക, കുറച്ചുകൂടെ
ജസ്റ്റ് ഒന്ന് ക്ലീൻ ആയത്, ജസ്റ്റ് ഒന്ന് ഞാൻ അടിക്കുന്നേ ഉള്ളൂ, മാറ്റമൊന്നുമില്ല സർക്യൂട്ടിന്. ഓക്കെ, സോ ഇതൊന്ന് നിങ്ങൾക്ക് സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, Ctrl+S നമുക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് നോട്ടേഷനും കൊടുത്തേക്കാം, ഇൻപുട്ട് ഏതാ ഔട്ട്പുട്ട് ഏതാന്ന്. നമ്മളിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുക, ഇൻപുട്ട്. ഓക്കെ, ഇനി ഇത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഇത് സേവ് ചെയ്യണം. ഓക്കെ, സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം PCB ചെയ്യുക. ഓക്കെ, അപ്ഡേറ്റ് PCB അല്ലെങ്കിൽ കൺവേർട്ട് ടു സ്കീമാറ്റിക് PCB. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ തൽക്കാലം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇതിനെ പ്ലേസ്മെന്റ് കറക്റ്റ് ആക്കുക, കോമ്പണൻസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് വെക്കുക, ഇൻപുട്ട് എല്ലായിടത്ത് ഇൻപുട്ട് വെക്കുക. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ P1 ആണ്. ഓക്കെ, അപ്പം ഞാനത് ഒരു ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവച്ചു. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ആക്കിയ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത് വരുന്ന കോമ്പണൻസ് D1, D2, D3, D4 ആണ്. ഓക്കെ, അപ്പോൾ D1 ഞാൻ അടുത്ത് കൊണ്ടുവച്ചു. ഇവിടെ ഇതിൻ്റെ അടുത്താണ് റെസിസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് D2 ആണ്. ഓക്കെ, നമുക്ക് പിന്നെ വരുന്നത് D3 ആണ്. അപ്പോൾ D1 ഇവിടെ D2 അടുത്തടുത്ത. ഓക്കെ, അപ്പോൾ മാക്സിമം ഇതിവിടെ കൊണ്ടുവയ്ക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് D3 ആണ്. D3 വന്നു. പിന്നെ നമുക്ക് വേണ്ടത് D4 ആണ്. D4 കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് അറ്റത്തരികിയിരിക്കുന്നു. ഓക്കെ, ഇത് അറ്റത്താണ് ഇരിക്കുന്നത്. ഓക്കെ, R1 R2 നോക്കുക. R2 R1 സ്കൂട്ടറിൻ്റെ അടുത്താണ്. അപ്പോൾ R1 ഇതിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ആ ഒരു സ്ട്രിങ് മീൻസ് ആ ഓവർലാപ്പിംഗ് മാറി കിട്ടും. കപ്പാസിറ്റർ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ വയ്ക്കുക. അപ്പോൾ ആ ട്വിസ്റ്റിംഗ് ഒക്കെ ഒഴിവായി. ഇനി LED നോക്കുക. LED നമുക്ക് ട്വിസ്റ്റിംഗ് ഇല്ലാതെ മര്യാദയ്ക്ക് വയ്ക്കാൻ പറ്റുന്ന ഇവിടെ ആണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് എടുക്കുകയും ചെയ്യാം, LED അതിൽ കൂടെ കറക്റ്റ് എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ LED ശരിക്കും പറഞ്ഞാൽ R2ൻ്റെ അടുത്തായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ R2 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റൊട്ടേറ്റ് ചെയ്തൊന്ന് നേരെയാക്കാൻ നോക്കാം R2 കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് റൗട്ടിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ D1, D2, D4, D3 ഒക്കെ വന്നിട്ടുണ്ട്. ഈ നമുക്ക് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ടോപ്പ് ലെയർ അല്ല, ബോട്ടം ലെയറിലാണ് നമ്മളിത് റൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു അത്യാവശ്യം വോൾട്ടേജ് ഇറങ്ങുന്ന സാധനമാണ്. നമ്മൾ ഇതിൻ്റെ റൗട്ടിംഗ് വിഡ്ത്ത് ഇതിന് മാറ്റണം. അപ്പോൾ റൗട്ടിംഗ് വിഡ്ത്ത് മാറ്റാൻ വേണ്ടി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊരു 1 കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം 1 ഉള്ളൊരു റൗട്ടിംഗ് വിഡ്ത്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. ഇതിൻ്റെ ലെയർ മാറ്റുക. നമ്മൾ ബോട്ടം ലെയറിലായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ ലെയർ മാറ്റുക. ലെയർ മാറ്റിയതിനു ശേഷം നമ്മൾ ഇത് കണക്ട് ചെയ്യുക. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രൗണ്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഗ്രൗണ്ട് കൊടുക്കാൻ മറക്കരുത് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് കൊടുക്കുന്നത് നമ്മുടെ നെഗറ്റീവ് എവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? ഈ ഒരു ഭാഗത്തായിരിക്കും. ഓക്കെ, നമ്മളവിടെ നെഗറ്റീവ് നമ്മൾ കൊടുക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി നെഗറ്റീവിൻ്റെ ഗ്രൗണ്ട് ഫ്ലാഗ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലാഗ് എടുത്തിട്ട് താഴെ ഒരു നെഗറ്റീവ് സാധനം കൊടുക്കുക. ഓക്കെ, ഇവിടെയാണ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് നെഗറ്റീവായി കാണും ഇപ്പം. ഓക്കെ, നമ്മൾ കൊണ്ടുവച്ചേക്കാം. ഓക്കെ, നെഗറ്റീവ് ആയിട്ടുണ്ട്. ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്കത് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാം. സേവ് അമുക്കുക. സേവ് അമുക്കിയിട്ട് ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ ഇവിടെ നെഗറ്റീവ് നമുക്ക് കാണാൻ പറ്റും, ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ ഗ്രൗണ്ട് ഒഴിവാക്കി കൊടുക്കുക. നമ്മൾ ഗ്രൗണ്ട് ഇപ്പോൾ കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്തില്ല, ബാക്കിയൊക്കെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി നമുക്ക് ഇത് ഇവിടുന്ന് കണക്ട് ചെയ്യാം. ഞാൻ ഇത് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആക്കാൻ പോവാണ് വീഡിയോ. ഗ്രൗണ്ട് കണക്ട് ചെയ്ത ബാക്കിയെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ ഗ്രൗണ്ട് കോപ്പർ ഏരിയ എടുക്കുക, എന്നിട്ട് നമ്മൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ എല്ലാം കറക്റ്റാണ്. ഓക്കെ, ഗ്രൗണ്ട് എല്ലാം കണക്ട് ആയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി DRC നോക്കുക, ഡിസൈൻ റൂൾ ചെക്ക്. അപ്പോൾ ഡിസൈൻ റൂൾ ചെക്കിൽ നെറ്റ് എല്ലാം കണക്ട്, 0 എറർ. ഇത് നമുക്ക് ഇതിന്റെ നൊട്ടേഷൻ നോക്കണം. ഇൻപുട്ട് ഏതാ, നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ P1 ആണ്. ഓക്കെ, അപ്പോൾ ഈ PCBക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ 2 വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടെക്സ്റ്റ്. അപ്പോൾ ടെക്സ്റ്റ് 2 വഴിയല്ല, 2 ലെയർ നമുക്ക് ആഡ് ആകാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സിൽക്ക് ലെയർ ആണ് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിൽക്ക് ലെയർ, ടോപ്പ് സിൽക്ക് ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തായിരിക്കും സിൽക്ക് ലെയർ വരുന്നത്. സോറി, നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ സിൽക്ക് ലെയറിൽ ടോപ്പ് സിൽക്ക് ലെയർ എന്ന് പറഞ്ഞാൽ, ബോട്ടം സിൽക്ക് ലെയർ എന്ന് പറഞ്ഞാൽ ബാക്കിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം. ഞാൻ തൽക്കാലം ടോപ്പ് ലെയറിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ V in എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, V in എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഇത് ഇവിടെ V out. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും നമുക്ക് നൊട്ടേഷൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് താഴെ ബോട്ടമില്ല നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നെങ്കിൽ ബോട്ടം സിൽക്ക് ലെയർ ക്ലിക്ക് ചെയ്യുക. ബോട്ടം സിൽക്ക് ലെയർ കൊടുത്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ബോട്ടമിലോട്ട് ഈ ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം എഴുതുമെന്ന് വിചാരിച്ചു. ഇവിടെ ബോട്ടത്തിൽ എഴുതുകയാണ് AC സപ്ലൈ. ഓക്കെ, AC സപ്ലൈ എഴുതി ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടെ ഇവിടെ കൊണ്ടുവയ്ക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സൈസ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സൈസ് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈൻ വിഡ്ത്ത് അല്ലെങ്കിൽ ലൈൻ ഹൈറ്റ്, പിന്നെ ലൈൻ വിഡ്ത്ത് 1 ആക്കുവാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് ആക്കി. ഓക്കെ, അപ്പോൾ ഇത് ബോട്ടം ലെയറിൽ നിന്ന് ടോപ്പ് ലെയറിലോട്ട് വരും. സോറി, ടോപ്പ് ലെയറിൽ നിന്ന് ബോട്ടം ലെയറിലോട്ട് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റുള്ള ലെയേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ AC to DC കൺവേർട്ടർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് നമ്മൾ വിഡ്ത്ത്, അതായത് നമ്മൾ വിഡ്ത്ത് എങ്ങനെ കൂട്ടാൻ നമ്മൾ പഠിച്ചു, റൗട്ടിംഗ് വിഡ്ത്ത്. നമ്മൾ ടെക്സ്റ്റ് ടോപ്പ് ലെയറിലും ബോട്ടം ലെയറിലും എങ്ങനെ മാറ്റാൻ നമ്മൾ പഠിച്ചു. ആൻഡ് നമ്മൾ ഇതിനകത്ത് ലൈബ്രറിയിൽ നിങ്ങളെ കോമ്പണൻസ് സെലക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ടോപ്പ് ലെയറിനകത്ത് നമുക്ക് സർക്യൂട്ട് വരയ്ക്കാൻ നമുക്ക് നോക്കാൻ പോകുന്നത്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ വീഡിയോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ പറയാം, നമുക്ക് ഡിസ്കസ് ആക്കാം. ആൻഡ് ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.